രാത്രി മുഴുവനും ഫാൻ നേരെ തലയിൽ അടിച്ചുറങ്ങുന്നവരാണോ നിങ്ങൾ? എന്നാ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഫാൻ ഇല്ലാത്തൊരു കാര്യം ചിന്തിക്കാനേ കഴിയില്ല. എന്നിരുന്നാലും ഫാൻ യൂസ് ചെയ്യേണ്ടതിനൊരു രീതിയൊക്കെ ഉണ്ട്. നമുക്ക് നേരെ തലയിലേക്ക് നേരെ അടിച്ചുറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ എന്തെല്ലാമെന്നാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ യൂസ് ചെയ്യേണ്ട രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ വേഗം തന്നെ നമുക്ക് ആ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയേക്കാം. ഒന്നാമതായിട്ട് ഇതുപോലെ നേരെ തന്നെ തലയിലേക്ക് കാറ്റടിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവും. അതുപോലെ നമ്മുടെ ഹെയർ ഒരുമാതിരി റഫ് ഫീൽ ആവും, ഒരുമാതിരി ചകിരി പോലെ ആ ഒരവസ്ഥയിലാവാനുള്ള മെയിൻ കാരണം ഈ കാറ്റ് നേരെ തലയിലടിച്ചുറങ്ങുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മൾ എത്ര നന്നായിട്ട് കെട്ടിവെച്ചിട്ടൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഫ്രിസ്റ്റി ആയിട്ട് ഭയങ്കര റഫായിട്ടിരിക്കുന്നതിന് മെയിൻ കാരണം നേരെ ഇത്രയും നേരം കാറ്റിങ്ങനെ അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഇതുപോലെ സ്കാൽപ്പ് ഡ്രൈ ആവുന്നത് കൊണ്ട് തന്നെ പലർക്കും ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ കൂടാം. അതുപോലെ ഡാൻഡ്രഫും താരൻ വളരെയധികം കൂടും. അപ്പം ഇതൊരു മെയിൻ പ്രശ്നമാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് തലയിലേക്ക് ഈ കാറ്റടിച്ച് ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ താരനുണ്ടോ, മുടി കൊഴിച്ചിലുണ്ടോ, ഹെയർ ഇങ്ങനെ ഫ്രിസ്റ്റി ആയിട്ടിരിക്കുന്നവരാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പ്രശ്നങ്ങളെല്ലാം ഇതുകൊണ്ടാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തത് നോക്കാം. ചിലർക്കൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല തലവേദന, അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന, ഒരു ജലദോഷം വരുന്ന ഫീല്, ഈ 3 പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ കാരണം കൊണ്ടാണ് കേട്ടോ. തലയിലേക്ക് നേരെ കാറ്റടിച്ച് ഇത്രയും മണിക്കൂറുകൾ ഉറങ്ങുന്നത് കൊണ്ട്. ഇനി നാലാമത്തെ കാര്യം നോക്കാം. സമ്മർ സീസണിൽ ഫേസും ലിപ്പും ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും ഇത് കാരണമാവും. കാരണം ഇത്രയും സമയവും നമ്മളിങ്ങനെ കാറ്റടിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ വലിഞ്ഞു മുറുകുന്നത് പോലെയും അല്ലെങ്കിൽ ഫേസ് ഭയങ്കരമായിട്ട് ഡാമേജ് ആവുന്നത് പോലെയും, അതായത് വിണ്ട് കീറുന്ന ഒരവസ്ഥ, നന്നായിട്ട് ഡ്രൈ ആവുന്ന പോലെയും നമുക്ക് തോന്നും. അതും ഈ ഒരു കാരണം കൊണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മാറ്റി നോക്കുമ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം മാറ്റം വരുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പൊ നാലാമതായിട്ടുള്ള കാര്യം ഇതാണ്. അപ്പം ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ഫാൻ നേരെ അടിച്ചുറങ്ങുന്നത് വഴി സംഭവിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഒന്ന് കുറയ്ക്കാം, മാറ്റിയെടുക്കാമെന്ന് നോക്കിയാലോ. ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫാൻ ഒരു മീഡിയം സ്പീഡിൽ ഇടുക. അതുപോലെ നേരെ തലയിലേക്ക് ഇതിന്റെ കാറ്റ് വരാതെ സൈഡ് വശത്തേക്ക് കാറ്റ് വരുന്ന രീതിയിലാക്കുക. നേരെ തലയിലേക്ക്, നമ്മുടെ ഉച്ചിയിലോ നമ്മുടെ മുഖത്തോ ഇങ്ങനെ നേരെ അടിക്കാതെ നമ്മുടെ സൈഡിലേക്ക് അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഏരിയയിലേക്ക്, കാലിലേക്ക്, അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ നിങ്ങൾ കിടന്നുറങ്ങുക കേട്ടോ. അതുപോലെ സാറ്റിൻ പില്ലോ കവേഴ്സ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വേറെ രീതിയിലുള്ള വേറെ തുണിത്തരങ്ങളൊക്കെ കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ഈ കാറ്റും അതിന്റെ ചൂടും എല്ലാം കൂടി ആകുമ്പോഴേക്കും പിന്നെയും നമുക്ക് ഹെയർ ഫാൾസ് ഇൻക്രീസ് ആവാനും ഡാൻഡ്രഫ് കൂടാനൊക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സാറ്റിൻ പില്ലോ കവേഴ്സ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് 3ആണ് നമുക്ക് ഇതിനൊരു പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങളും ഫാൻ ഇതുപോലെ നേരെ തലയിലേക്ക് അടിച്ചുറങ്ങുന്നവരാണോ? എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് മാറ്റി നോക്കുക. നിങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആവും കേട്ടോ. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാമോ? അപ്പൊ നമുക്ക് പുതിയ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.